മലപ്പുറം നിലമ്പൂർ കാളികാവിലെ കടുവ ആക്രമണത്തിൽ വനം വകുപ്പിന്റേത് ഗുരുതരമായ വീഴ്ച. കടുവയുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കത്തയച്ചെങ്കിലും നടപടിയുണ്ടായില്ല. കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി. മുന്നറിയിപ്പ് നൽകിയിട്ടും വനം വകുപ്പ് വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നാണോ പറയുന്നത്? ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ സമീർ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ കൂട് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ സൗത്ത് DFO G ധനിക്കലാൽ ഈ കടുവാക്രമണം നടക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു മാസം മുൻപാണ് 2 തവണ ഈ കൂട് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യ കത്തയക്കുന്നത് മാർച്ചിലാണ്. പിന്നീട് അതിനൊരു മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഏപ്രിൽ 2-ാം തീയതിയും ഒരു കത്ത് വൈൽഡ് ലൈഫ് വാർഡന് അയക്കുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇതാണ്. അതായത് ഈ കാളികാവ് മേഖലയിൽ ശക്തമായ രീതിയിൽ കടുവയുടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും അത് വലിയ അപകടം ഉണ്ടാക്കുന്ന തരത്തിലാണ് അതിൻ്റെ വിരാഹം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂട് സ്ഥാപിക്കേണ്ടതുണ്ട്, അതിന് അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ DFO G ധനിക്കലാൽ കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ 2 കത്തും അവഗണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് കൂട് വെക്കാൻ അനുമതി നൽകിയിട്ടുമില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഏതാനും ദിവസം മുൻപാണ്, 4 ദിവസങ്ങൾക്ക് മുൻപ് ഈ ഗഫൂർ എന്ന് പറയുന്ന യുവാവ് ഈ ടാപ്പിങ്ങിനിടെ ഈ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് ഒരു പക്ഷേ കൂട് സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഈ കടുവയെ പിടികൂടാൻ ഒരു പക്ഷേ കഴിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു ജീവൻ നഷ്ടമാകില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുരുതരമായ വീഴ്ച വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് മൂലമാണ് ഇത്രയും ഒരു ജീവൻ നഷ്ടമാകാൻ ഇടയായ കാരണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഒരു കാര്യം. ഈ കടുവയുമായി ബന്ധപ്പെട്ട് പുലിയൊക്കെ തന്നെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂട് സ്ഥാപിക്കണമെങ്കിൽ ഈ DFOക്ക് പ്രത്യേകമായ അനുമതി ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി യോഗം മലപ്പുറത്തെ 2 DFOമാരുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. അതിൽ NTC, അതായത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്ത് കൂട് വെക്കണമെന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് മാറിയതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് ഈ DFO 2 തവണ ഈ കൂട് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കത്ത് വൈൽഡ് ലൈഫ് വാർഡൻ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് എല്ലാം തന്നെ അവഗണിച്ചത് മൂലമാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ DFOയ്ക്ക് സ്ഥലം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വീഴ്ച ചൂണ്ടിക്കാണിച്ചായിരുന്നു DFOക്ക് ഒരു ട്രാൻസ്ഫർ വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കത്ത് പുറത്തായതോടുകൂടി വ്യക്തമാകുന്നത് ഇതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് DFOക്കല്ല, മറിച്ച് വനം വകുപ്പിന്റെ തലപ്പത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഈ ഒരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചത് എന്നുള്ളതാണ് ഈ കത്ത് പുറത്തു വന്നതോടുകൂടി വ്യക്തമാകുന്നത്. സമീർ, എന്തായാലും വലിയ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. കാരണം ഇത് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ 2 തവണ മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ എന്തെങ്കിലും നടപടി അത് ഉണ്ടായിരുന്നെങ്കിൽ, കൂട് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോകുന്നത് അത് രക്ഷിക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ വീഴ്ചയായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.